നമസ്കാരം. ഫാർമ ന്യൂസിലെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രഗ് ഇൻസ്പെക്ടറായ പ്രവീൺ സാറാണ്. സാർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സാർ, ഈ നിമുസ്ലൈഡ് ടാബ്ലറ്റ്, അതായത് ഇപ്പം എല്ലാ മെഡിക്കൽ സ്റ്റോറുകാർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനമാണ് നിമുസ്ലൈഡ് ടാബ്ലറ്റ്. അത് ബാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നിമുസ്ലൈഡ് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല, അത് 100 mg ആണോ വിൽക്കാൻ പറ്റാത്തത്, എന്താണ് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാമോ സാർ, എന്താണ് സംഭവം? ഇമ്മീഡിയറ്റ് റിലീസ് ആയിട്ടുള്ള നിംസ്ലൈഡ് 200 mg അധികം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ ഉള്ളത് 100 mg ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉള്ളത്. സസ്റ്റെയിൻ റിലീസോ അല്ലെങ്കിൽ പ്രൊലോങ് റിലീസോ അല്ലാത്ത ഇമ്മീഡിയറ്റ് റിലീസ് ആയിട്ടുള്ള നിംസ്ലൈഡ് 200 mg ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അതിനെയാണ് ബാൻ ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നോർമലി സ്പീക്കിംഗ് കേരളത്തിൽ ഈ 200 mg ലബോ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് റിലീസ് ബ്രാൻഡ്സ് കുറവാണ്. പരിശോധിച്ച് മനസ്സിലാക്കിയത് കമ്പാരിറ്റീവ് ബ്രാൻഡ് കുറവാണ്. അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ അതാണ് ബാൻ ചെയ്തേക്കുന്നത്. 100 mg അത് ബാൻ ചെയ്തിട്ടില്ല. പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പോൾ 200 mg SR സസ്റ്റെയിൻ റിലീസ് ഇട്ടുണ്ടെങ്കിൽ അതും ബാൻ ചെയ്തിട്ടില്ല. കൂടാതെ കോമ്പിനേഷനുകളിൽ ഇതുണ്ടെങ്കിൽ 100-ലധികം എമൗണ്ട് 100-ൽ കൂടുതലുണ്ടെങ്കിൽ അതിനെയും ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാൻ വരുമ്പോഴും നിംസ്ലൈഡ് 200 mg ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമ്പിനേഷൻ ആണെങ്കിലും സിംഗിൾ ഡോസിലാണെങ്കിലും അത് ബാൻ രണ്ടിനും ബാധകമാണ്. ഈ 100 mg മുകളിലാണ്, അതായത് 200 mg ഒക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവരെന്താണ് അത് ചെയ്യേണ്ടത്? നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണെങ്കിൽ ഓർഡർ എന്നാണ് വരുന്നത്, ആ ദിവസം തൊട്ട് പ്രാബല്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഈ മരുന്നിൻ്റെ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റീറ്റെയിൽ ഇതിൻ്റെ ബാക്കി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ എത്ര സ്റ്റോക്കാണോ ഉള്ളത് അത് നമ്മൾ റാക്കിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് വയ്ക്കുക, ലേബൽ ചെയ്ത് മാറ്റി വയ്ക്കുക, ഡീറ്റെയിൽസ് നമ്മൾ ഹോൾസെയിലിനെ അറിയിക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് റീറ്റെയിൽ ചെയ്യാനുള്ളത്. സാർ, അപ്പം ഇത് ഒരു ഹോൾസെയിലറുടെ കയ്യിലാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലാണ് ഈ സ്റ്റോക്ക് ഇരിക്കുന്നെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇതിനകത്തുള്ള പൂർണ്ണ ഉത്തരവാദിത്തം വരുന്നത്. അത് ഒന്നാമത്തെ ഫോർമാറ്റിൽ അവരുടെ കയ്യിൽ ആ സമയത്ത് നമ്മൾ ഈ ഓർഡർ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് തരുള്ളത്. അതായത് എവിടെ നിന്ന് വാങ്ങി, എത്ര ക്വാണ്ടിറ്റി വാങ്ങി, എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ഫോർമാറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഇവരെവിടെയെല്ലാം വിറ്റു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം അവർ ഓരോ കടകളിൽ നിന്നും ഇത് തിരിയെടുത്തതിൻ്റെ ഡീറ്റെയിൽസ്, തിരിയെടുക്കാൻ എല്ലാവരും വിറ്റുപോയതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ കടകളിൽ നിന്നും വാങ്ങിച്ച് അത് കൺസോൾട്ടേറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കൊടുക്കും. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സാർ, ഒരു ഇൻസ്പെക്ഷൻ ടൈമിൽ, ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഡ്രഗ് ഇൻസ്പെക്ടറുടെ ഒരു ഇൻസ്പെക്ഷൻ ടൈമിൽ അവരറിയാതെ ചിലപ്പോൾ ഒരിടത്ത് മാറ്റാൻ മറന്നതാവാം, എന്തായാലും ഈ ബാൻ ചെയ്ത നിംസ്ലൈഡ് 200 mg എങ്ങാനും റാക്കിലിരുന്നാൽ എന്താണ് ശിക്ഷാ നടപടികൾ വരുന്നത്? ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, വൺസ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നിയമം അന്നോട്ട് പ്രാബല്യത്തിൽ വരെയാണ്, ആ ഓർഡറിൻ്റെ ഡേറ്റിൽ പ്രാബല്യത്തിൽ വരെയാണ്. അപ്പോൾ അതിനുശേഷം ഇത് റാക്കിൽ സൂക്ഷിക്കാൻ പാടില്ല. അതായത് റാക്കിൽ സൂക്ഷിക്കാൻ മീൻസ് സെയിൽ ഫോർ സെയിൽ നടത്തും. അപ്പം നമുക്ക് ഈ വൺസ് ഈ മരുന്ന് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ, ബാൻ ചെയ്ത ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിലുള്ളതിനെ മാറ്റി അത് ലേബൽ ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതാണ്. പിന്നെ അത് തിരികെടുക്കുന്നത് ഹോൾസെയിൽ വരുന്ന സമയത്തല്ലേ എടുക്കുകയുള്ളൂ. അപ്പം അത് നമ്മൾ റാക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മീൻസ് സെയിൽ സ്റ്റോക്കിനോട് നിന്ന് അത് മാറ്റുക, ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു മരുന്ന് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാൻ ചെയ്താൽ പിന്നെ ആ മരുന്ന് വിൽക്കാൻ പാടില്ല. അത് വിറ്റതായി രേഖ ഉണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിലും ഇത് നിയമ നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് ബാൻ ചെയ്ത മരുന്നുകൾ എന്നാണോ ഓർഡർ വന്നേക്കുന്നത് അത് കൃത്യമായി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അത് ഒരാൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നാണെന്നോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന മരുന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വൺസ് ബാൻ പിന്നെ അത് സെയിൽ ചെയ്യാൻ പാടില്ല. താങ്ക് യു സാർ. സാറിൻ്റെ വിലപ്പെട്ട സമയം ഫാർമ ന്യൂസിന് വേണ്ടി ചിലവഴിച്ചതിന് നമസ്കാരം. നമസ്കാരം.